ശിഷ്യൻ എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ എമ്മാവൂസ് അനുഭവമാണ് നമ്മൾ വായിച്ചത്. അതായത് 2 ശിഷ്യന്മാര് നടന്നു പോകുമ്പോൾ ഈശോ വഴിയിൽ അവരുടെ കൂടെ കൂടുന്നു. ഈശോ അവരുടെ കൂടെ കുറച്ചു നേരം അവർ പറയുന്നതൊക്കെ കേട്ട് നടക്കുന്നു. ഈശോ അങ്ങോട്ട് കയറി ചോദിക്കുകയാണ്, എന്തിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? എന്നിട്ട് ഈശോ തന്നെ ഇടപെട്ട് ഇവരുടെ സംസാര വിഷയവും ഇവരുടെ ചിന്താ വിഷയവും ഒക്കെ മാറ്റിമറിച്ച് ഈശോ തന്നെ അവർ പഠിപ്പിച്ചു തുടങ്ങുകയാണ്. അല്ലെ, ഈശോ വചനം പങ്കുവെച്ചപ്പോ അവരുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നു എന്ന് പിന്നീട് അവർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതായത് അവര് വചനം കേൾക്കുന്നു, ഈശോയുടെ വചനം കേൾക്കുന്നു. പിന്നീട് ഈശോ പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ ഈശോയെ മനഃപൂർവ്വം തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയുന്നു, ഇന്ന് ഞങ്ങളുടെ കൂടെ വസിക്കുക എന്ന് പറയുന്നു. അങ്ങനെ ഈശോ അവരുടെ കൂടെ വസിക്കാനായിട്ട് കയറുന്നു. അവിടെ വെച്ച് ഇവർക്ക് കുർബാന അനുഭവം ഉണ്ടാകുന്നു. ഇവർ ഈ സംഭവങ്ങളെല്ലാം, ഇവർക്ക് കുർബാന അനുഭവം ഉണ്ടായതും ഈശോ അനുഭവം ഉണ്ടായതുമെല്ലാം ഇവര് മറ്റുള്ളവരെ അറിയിക്കുന്നു, അതായത് ശിഷ്യന്മാരെ അറിയിക്കുന്നു. ശരിക്കും നമ്മളൊന്ന് വായിച്ചു നോക്കുമ്പോൾ ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു സംക്ഷിപ്ത രൂപമാണ് നമ്മളിവിടെ വായിച്ചത്. ഒരു കുഞ്ഞൊരു രൂപമാണ് നമ്മളിവിടെ വായിച്ചത്. അതായത് എന്താണ്? വചനം കേൾക്കുന്നു, കുർബാന അനുഭവം ഉണ്ടാകുന്നു, ഈ ദൈവാനുഭവം മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുന്നു. ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുമ്പോൾ ഈ 3 കാര്യങ്ങളിലൂടെ കടന്നു പോകാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അതായത് വചനാനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്, കുർബാന അനുഭവം അല്ലെങ്കിൽ ദൈവാനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്, എനിക്കുണ്ടായ ദൈവാനുഭവം മറ്റുള്ളവരോട് പങ്കുവെക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നു. ഈ 3 കാര്യങ്ങൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട്